ഓരോരുത്തരായി ടൂർണമെന്റിലുള്ള ടീമുകളൊക്കെ പ്രഖ്യാപിക്കുകയാണ്. കരുത്തരായ ബ്രസീൽ കോപ്പ സംഘത്തെ പ്രഖ്യാപിച്ചു. നെയ്മർ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ ഇല്ലാത്ത സംഘമാണ്. യുവതാരങ്ങളുടെ കരുത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നു. കോപ്പ അമേരിക്കയ്ക്കുള്ള ടീമാണെങ്കിലും ലക്ഷ്യം അടുത്ത ലോകകപ്പ് എന്ന് വ്യക്തം. നെയ്മറില്ല, കസമെറോയും തിയാഗോ സിൽവയുമില്ല. ഗബ്രിയേൽ ജെസ്യൂസിനെയും റിച്ചാലിസിനെയും പരിഗണിച്ചില്ല. ആന്റണിയും മാത്യൂസ് കുൻഹയും പുറത്താണ്. താരപരിവേഷവും പരിചയസമ്പത്തും കുറഞ്ഞവരാണ് കൂടുതൽ. യുവത്വത്തിന്റെ കാൽക്കരുത്തിലാണ് പ്രതീക്ഷയത്രയും. പടയ്ക്കൊപ്പയ്ക്കൊരുങ്ങുന്നു മഞ്ഞപ്പട. പരിശീലകൻ ജോറിവൽ ജൂനിയറിന് ഇതൊരു പരീക്ഷണ കളരിയാണ്. നല്ലൊരു സംഘത്തെ വാർത്തെടുക്കണം. അടുത്ത ലോകകപ്പിലേക്ക് കണ്ണുവെക്കണം. 30 മത്സരങ്ങളുടെയെങ്കിലും അനുഭവം പറയാവുന്ന 5 പേർ മാത്രമാണ് സംഘത്തിൽ. 5 കളിയിൽ കുറവ് മൈതാനത്തിറങ്ങിയ 9 പേരുണ്ട്. മെക്സിക്കോ US ടീമുകൾക്കെതിരെ സൗഹൃദ മത്സരം കളിച്ച് കോപ്പയിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയെ നേരിടണം. എങ്ങനെയാകും ബ്രസീലിന്റെ സാധ്യതാ 11? ശക്തമായ മുന്നേറ്റ നിര കാനറികൾക്കുണ്ട്. അതിൽ വിനീഷ്യസ് ജൂനിയർ, എൻട്രിക്, റോഡ്രിഗോ എന്നിവർ ആദ്യ 11-ലെത്താനാണ് സാധ്യത. റാഫീഞ്ഞ ആദ്യ 11-ൽ കളിച്ചാൽ എൻട്രിക് പകരക്കാരനാകും. ബ്രൂണോ ഗിമറാസ്, ലൂക്കാസ് പക്വേറ്റ, ജാവോ ഗോമസ് എന്നിവരാകും കളിമെനയാൻ മധ്യനിരയിൽ ഉണ്ടാവുക. ഡഗ്ലസ് ലൂയിയെ ആദ്യ 11-ൽ ഇറക്കാനും സാധ്യതയുണ്ട്. സെൻട്രൽ ഡിഫൻസിൽ ചോദ്യങ്ങളില്ല. മാർക്കിഞ്ഞോസും മഹലേസും തന്നെ ബൂട്ടുകെട്ടും. വലത് വിംഗ് ബാക്കായി അരാന, ഇടതുവശത്ത് യാൻ കൗട്ടോ. ശക്തരായ പ്രതിരോധക്കാർ തയ്യാർ. എഡേഴ്സൺ തന്നെയാകും ക്രോസ് ബാറിന് കീഴിൽ. അലിസൺ ബക്കറുമുണ്ട് സംഘത്തിൽ. 4-3-3 ശൈലിയിൽ തന്നെയാകും ഫോർമേഷൻ. പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന പരിശീലകനാണ് ഡോറിവൽ. ശൈലി മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ തവണ സ്വന്തം നാട്ടിലെ കലാശപ്പോരിൽ അർജന്റീനയോട് തോറ്റതിന്റെ നിരാശ ഇപ്പോഴും മാറിയിട്ടില്ല. ലോക റാങ്കിങ്ങിൽ നിലവിൽ 5ാം സ്ഥാനത്താണ് ബ്രസീൽ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതും സ്പെയിനെ സമനിലയിൽ കുരുക്കിയതുമെല്ലാം പരിശീലകനും സംഘത്തിനും ആത്മവിശ്വാസമാണ്. പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത നാട്. കാലുകളിൽ കാൽപന്ത് രസവുമായി ജനിക്കുന്ന കുട്ടികൾ. ചിന്തകളിൽ ഫുട്ബോൾ നിറച്ച് ശ്വാസം പന്തിനുള്ളിലാക്കി കളത്തിൽ ആ പന്തുകൊണ്ട് ചിത്രം വരയ്ക്കുന്നവർ. സാമ്പാ ചുവടുകളുടെ താളം മുറുകുന്നത് കാത്തിരിക്കുന്ന അനേക കോടി ആരാധകർ ഈ യുവനിരയെ വിശ്വസിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.